വാനമ്പാടി രാഗം പാടൂ നീ വീണ്ടും 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 തേനും വയമ്പും നാവിൽ തൂവും വാനമ്പാടി. ഇതാ മോനെ സർവത്ത്. എന്റെ രായേഷേ, നീ ആ ഫോണൊന്നും താഴെ വെക്കറോ. ആ, നിങ്ങളെ നേതാവും കുഞ്ഞു നേതാവും വരുന്നുണ്ടല്ലോ. രാജുവേട്ടാ, ഒരു സർബത്ത്. മാനത്തെ ശിങ്കാരത്തോപ്പിൽ എടാ, ആ വൈഫൈ ഒന്ന് ഓണാക്കിയേ. പൂവൻ പഴത്തോട്ടം. എന്ത് വരാൻ വൈകിയത്? ഇവൻ വരാൻ സമ്മതിക്കണ്ടേ? മാനത്തെ ശിങ്കാരത്തോപ്പിൽ ഒരു ഞാലിപ്പൂവൻ പഴത്തോട്ടം. എന്നാടാ സർവത്ത്? കാലത്തും വൈകിട്ടും എപ്പാ, രാജേഷ് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ ഫേസ്ബുക്കിൽ. പൂമ്പാറ്റത്തോട്ടത്തിൽ നീയും പോരുന്നോ തേനും വയമ്പും നാവിൽ. ഈ ഫോട്ടോയിൽ കാണുന്ന കുട്ടി ഗുരുതരമായ അസുഖം ബാധിച്ച് ചെന്നൈയിൽ ചികിത്സയിലാണ്. നിങ്ങളുടെ ഒരു ഷെയർ മതി ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ. ഓരോരോ ഉടായ്പകളെ നോക്കിയേ. ഇപ്പൊ ഉണ്ട് ഇപ്പൊ ഇതുപോലത്തെ കുറെ തട്ടിപ്പ്. ഫേസ്ബുക്ക് തുറക്കാൻ തന്നെ മടിയാന്ന്. നിങ്ങൾ ഈ ഫോൺ നോക്കുന്നുണ്ടല്ലേ പ്രശ്നം? അത് ഓഫാക്കി വെച്ചാൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇതാടാ ഒരു പുതിയ തട്ടിപ്പ്. കാഞ്ഞങ്കാടിലെ കുഞ്ഞുവലും പോസ്റ്റ് ചെയ്തവൻ്റെ നമ്പറും ഉണ്ട്. നമുക്ക് വിളിച്ചിട്ട് 2 എണ്ണം പറയണം. ഹലോ. ഹലോ, മുകേഷ് ഓയമാറല്ലേ? അതെ. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ഇല്ലാത്ത കാര്യമല്ലോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നാണക്കേടില്ലേ പിള്ളേരെ കാര്യം പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട്? ഹലോ ഏട്ടാ, നിങ്ങൾ ആരെയും എനിക്കറിയില്ല. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നേരിട്ട് വാ, കുട്ടിനെ ഞാൻ കാണിച്ചു തരാം. എടാ, നമുക്ക് പോണം. നമ്മൾ ആരാണെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങളല്ലേ ഈ മുകേഷ് ഓയമാർ? അതെല്ലോ. നിങ്ങൾ വരുന്നത് ഞാൻ തീരെ പ്രതീക്ഷിച്ചിട്ടാ. ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വണ്ടി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. വേറെ സ്ഥലം, പിന്നെ അവർക്കെല്ലാം റോഡൊന്നും കൊടുക്കുന്നൊന്നുമില്ല. നാട്ടുകാരെല്ലാം അത്ര പോരാ. ആ മുകേഷ് ഏട്ടാ, വാ ഇരിക്ക്. ഞാൻ ചായ എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കുട്ടി. ഇവന് വേണ്ടിയാണ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്, അല്ലാതെ ആരും പറ്റിക്കാനൊന്നുമല്ല. ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ വെറുതെ പോസ്റ്റ് ചെയ്താണെന്ന്. എൻ്റെ ഇപ്പം പൈസ ഉണ്ടായിരുന്നല്ല ഞാൻ ഇവരെ സഹായിക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യം നാട്ടിലുണ്ടാകുന്ന സമയത്ത് ആരെങ്കിലും മുമ്പിട്ട് ഇറങ്ങണ്ടേ? പിന്നെ മുമ്പിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് നാട്ടുകാരെ സഹായിക്കുന്നുണ്ട്. മുമ്പിട്ട് ഇറങ്ങാൻ ഒരാൾ വേണ്ടേ? ഇറങ്ങിയവൻ എപ്പോഴും ദുഷിച്ച പേരെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും മടിക്കുന്നു. മോനിപ്പോ എങ്ങനെയുണ്ട്? മുകേഷ് ഏട്ടനെ പോലുള്ളവരുടെ കാരുണ്യം കൊണ്ടാ മോന്റെ ചികിത്സ നടന്നു പോകുന്നത്. നിങ്ങൾ എന്നെ സംശയിച്ചുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയില്ല. കാരണം സോഷ്യൽ മീഡിയ വഴി ഇന്ന് നിരവധി വ്യാജ വാർത്തകളല്ലേ വരുന്നത്. പിന്നെ നിങ്ങൾ അന്വേഷിച്ച് വന്നുകൊണ്ട് സത്യം മനസ്സിലായി. ഇതുപോലുള്ള സഹായ പ്രവർത്തനങ്ങൾക്ക് ഇനി ഞങ്ങളുണ്ടാവും അല്ലേ? അതെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം ഇതുപോലുള്ള ആളുകളെ സഹായിക്കാൻ.
ഇവിടുന്നാവട്ടെ നമ്മുടെ കൂട്ടായ്മയുടെ തുടക്കം അല്ലേ? അതെ. ഇത് സമൂഹത്തിന് തന്നെ ഒരു മാതൃകയാവട്ടെ. നമ്മൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഗോൾഡൻ ലോട്ടസ് എന്ന പേരിൽ ഒരു സംഘടന ഉണ്ടാക്കണം. സ്വമനസ്സുകൾ തരുന്ന സഹായവും നമ്മുടെ കയ്യിലുള്ളതെല്ലാം കൂട്ടി ഇതുപോലുള്ളവരെ സഹായിക്കാൻ.